സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ 1.5 വർഷം മുൻപ് കൊന്നുകുഴിച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഊട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇയാളുടെ ശരീരത്തിൽ ഗുരുതര പരിക്കുകൾ ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പരിക്കുകളാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ. ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയത് പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ചാണെന്ന് കസ്റ്റഡിയിലെടുത്ത ആള് മൊഴി നൽകിയിട്ടുണ്ട്. 2024 മാർച്ച് 20 വൈകിട്ട് 3 മണിയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ മായനാട് നടപ്പാലത്തുള്ള വാടക വീട്ടിൽ നിന്ന് ഹേമചന്ദ്രൻ പുറത്തേക്കിറങ്ങിയത്. പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് മെഡിക്കൽ കോളേജിന് സമീപം എത്തിച്ച ഹേമചന്ദ്രനെ രണ്ടുപേർ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട പ്രതികൾ ഹേമചന്ദ്രനെ വയനാട്ടിലെ ഒളിത്താവളത്തിലെത്തിച്ച് മർദ്ദിച്ചതായും അവശനിലയിലായതിനെ തുടർന്ന് മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തതായാണ് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. അടുത്ത ദിവസം മുറിയിലെത്തിയപ്പോൾ ഹേമചന്ദ്രനെ മരിച്ചതായി കണ്ടതും ഇതോടെ മൃതദേഹം തമിഴ്നാട്ടിലെ ചേരമ്പാടി വനത്തിലെത്തിച്ച് കുഴിച്ചുമൂടിയെന്നുമാണ് മൊഴി. സുൽത്താൻ ബത്തേരിയിലും പരിസരങ്ങളിലുമായി റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയിരുന്ന ഹേമചന്ദ്രൻ വിവാഹത്തിനു ശേഷമാണ് വാടക വീടെടുത്ത് കോഴിക്കോട്ടെത്തിയത്. പരേതരായ സുൽത്താൻ ബത്തേരി പൂമല ചെട്ടിമൂലയിലെ കുഞ്ഞിക്കണ്ണന്റെയും പാറപ്പുറത്ത് വീട്ടിൽ വിജയലക്ഷ്മിയുടെയും മൂത്ത മകനാണ് ഹേമചന്ദ്രൻ. 1.25 വർഷം മുൻപ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഹേമചന്ദ്രനെ വനത്തിലെ ചതുപ്പിൽ നിന്ന് മണ്ണു നീക്കി പുറത്തെടുക്കുന്ന നിമിഷം വരെ അന്വേഷണ സംഘത്തിന് ആശങ്കയായിരുന്നു. പ്രതികളിൽ നിന്ന് ലഭിച്ച മൊഴി സത്യമല്ലാതാകുമോ എന്ന ആശങ്ക ഏവരെയും അലട്ടിയിരുന്നു. കാരണം മുൻപ് പല ഘട്ടങ്ങളിലും അന്വേഷണം പ്രതികൾ വഴിതിരിച്ചുവിട്ടിരുന്നു. മൃതദേഹം പറഞ്ഞെടുത്ത് തന്നെയാണ് ഒളിപ്പിച്ചത് എന്നതിൽ സംശയം ശക്തമായിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെ പ്രതി അജീഷ് എന്ന അപ്പു ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് മണ്ണുമാന്തി ഉപയോഗിച്ച് കിടങ്ങെടുത്തപ്പോൾ കാര്യമായി അഴുകാത്ത മൃതദേഹമാണ് പോലീസ് കണ്ടത്. ഈ വനഭൂമിയിലെ തണുപ്പാണ് മൃതദേഹം കാര്യമായി അഴുകാതിരിക്കാൻ ഇടയാക്കിയതെന്നാണ് നിഗമനം. പ്രധാന റോഡിൽ നിന്ന് 1 കിലോമീറ്ററോളം വനത്തിനുള്ളിൽ 4 അടിയോളം താഴ്ചയിലാണ് മൃതദേഹമുണ്ടായിരുന്നത്. ഹേമചന്ദ്രൻ തിരോധാന കേസിൽ വഴിത്തിരിവുണ്ടാക്കി തമിഴ്നാട്ടിലെ വനത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത വിവരം ദൃശ്യമാധ്യമങ്ങളിലൂടെ നാടറിഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഭാര്യ സുഭിഷ വിവരമറിയുന്നത്. കോട്ടൂളിയിലെ ഒരു വീട്ടിൽ ജോലിക്ക് പോയി തിരിച്ച് മായനാട് ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടെ ഒരു ബന്ധു വിളിച്ചറിയിച്ചപ്പോഴാണ് ഭാര്യ വിവരമറിയുന്നത്. അപ്പോഴും ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടത് സുഭിഷയ്ക്ക് വിശ്വസിക്കാനായിരുന്നില്ല. മറ്റെന്തോ വാർത്തയാണെന്ന് മാത്രം കരുതുകയായിരുന്നു. സന്ധ്യയോടെ മക്കളായ അമൃതയും വൃന്ദയും അമൃതയുടെ ഭർത്താവ് ബനിലും അവരുടെ കുടുംബാംഗങ്ങളും എത്തി. പിന്നാലെ പോലീസും കൂടി എത്തിയപ്പോഴാണ് സുഭിഷ കാര്യങ്ങൾ അറിയുന്നത്. മായനാട് UP സ്കൂളിന് സമീപം ഓടുമേഞ്ഞ ഒരു വാടക വീട്ടിലാണ് സുഭിഷയും മകൾ വൃന്ദയും താമസിക്കുന്നത്. മൂത്ത മകൾ അമൃത ഭർത്തൃ വീട്ടിലാണ്. വൃന്ദയുടെ നഴ്സിംഗ് പഠനവുമായി ബന്ധപ്പെട്ടാണ് ഹേമചന്ദ്രനും സുഭിഷയും കോഴിക്കോട്ടെത്തി വാടക വീടെടുക്കുന്നത്. നേരത്തെ മുണ്ടിക്കൽ താഴത്തെ ഒരു വാടക വീട്ടിലായിരുന്നു താമസം. കർണാടകത്തിലെ എസ്റ്റേറ്റിലെ ഹേമചന്ദ്രന് ജോലി എന്നായിരുന്നു വീട്ടുടമയോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വല്ലപ്പോഴുമുള്ള വരവും പോക്കും ഒരു സംശയവും നാട്ടുകാരിൽ ഉണ്ടാക്കിയില്ലായിരുന്നു. 2024 മാർച്ച് 20 വൈകിട്ട് 3 മണിയോടെയാണ് ഹേമചന്ദ്രൻ മായനാട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. രാത്രി മടങ്ങി വരാത്തതിനെ തുടർന്ന് കുറെ തവണ ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല. പിറ്റേന്ന് ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടി. നൌഷാദ് തന്നെ ഒരിടത്ത് പൂട്ടിയിട്ടെന്നും കുറെ മർദ്ദിച്ചെന്നും പറഞ്ഞുവെന്നും ഭാര്യ പറയുന്നു. ഫോൺ കട്ടായി. പിന്നീട് വിളിച്ചപ്പോൾ നൌഷാദാണ് ഫോൺ എടുത്തത്. തനിക്ക് ഹേമൻ തരാനുള്ള പണം തന്നില്ലെങ്കിൽ അവനെ മറന്നേക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും ഹേമചന്ദ്രന്റെ ഭാര്യ സുഭിഷ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.